ഏകാഗ്രമായ പ്രാർത്ഥനയ്ക്കായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ രതിശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന സംശയം നമുക്കുണ്ടാകാം. വളരെ വിശദീകരണം വേണ്ട വിഷയമാണിത്. ഒന്നാമതായി, ഭാരതീയ ചിന്തകളിൽ ഒരിടത്തും ലൈംഗികതയെ മോശമായി കാണുന്നില്ല എന്നു തന്നെയാണ്. സ്ത്രീ പുരുഷ പാരസ്പര്യത്തിൻ്റെയും സൃഷ്ടിയുടെ തന്നെയും പ്രതീകമാണിത്. അതുകൊണ്ട് തന്നെ പല പുരാണ കൃതികളിലും ഈ വിഷയം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. ലൗകിക ജീവിതത്തിൽ അകറ്റി നിർത്തേണ്ടതല്ല ഇത്തരം വികാരങ്ങൾ എന്ന പ്രഖ്യാപനമാണ് ഈ ശില്പങ്ങളും ചിത്രങ്ങളും നടത്തുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദേവീസ്തുതികളോടെ ഒരു ഗ്രാമത്തിന്റെ മിഴികൾ തുറക്കുകയാണ്. ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനമരുളുന്നത് ശ്രീ കുറിയപ്പശ്ശേരിൽ ഭദ്രകാളിയാണ്. ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീ സങ്കല്പം ആദികാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിൽ ഒന്നാണ്. ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നതും കാളീ പൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാര അനുഷ്ഠാനങ്ങൾ തന്നെയാണ്. പ്രപഞ്ചനാഥൻ പരമശിവനാണല്ലോ. അങ്ങനെയെങ്കിൽ പ്രകൃതിദേവിയായ ശ്രീപാർവതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവ്വദേവീ സങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവീ മഹാത്മ്യം പറയുന്നു. യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകക്ഷേമത്തിനായി വിവിധ ഉപാസനാ സങ്കല്പത്തിൽ ദേവി അവതരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ ദേവി ദുർഗയാവുന്നു, ഭദ്രയാവുന്നു, കാളിയാവുന്നു. ഇങ്ങനെയുള്ള ഉപാസനാ സമ്പ്രദായങ്ങളെക്കുറിച്ച് പരമശിവൻ തന്നെ പാർവതിയെ ഉപദേശിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. താളം തകതാളം ചടുലത നിറയും തകതാളം കൊടുമുടിയേറി പോരാടി വരുന്നേ കൊടുങ്കാളി. ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു. ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിൽ ഒന്നാണ് തറയിൽക്കടവ് ദേശം. ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിപുരാതനമായ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിന്റെ ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ്. ക്ഷേത്ര മുഖപ്പിനുള്ളിലെ ബലിക്കൽ പുരയിൽ അതിമനോഹരമായ ബലിക്കൽ കാണാം. ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് പൗരാണിക ശില്പഭംഗി തന്നെയാണ്. ബലിക്കൽ പുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം. ബലിക്കൽ പുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം. നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ. പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത്. ഒരിക്കൽ മുടിയേന്തിയ ദേവീരൂപം ദാരികവധത്തിനായി ദാരികവേഷം കെട്ടിയ രൂപത്തിന് നേരെ പാഞ്ഞെടുക്കുകയും ദാരികവേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞു ചെന്ന് ദേവീരൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത്. പിന്നീട് ഒരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം. പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും അവിടെ ഒരു ക്ഷേത്രത്തിൽ മുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ. ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രാടരാത്രിയിൽ തറയിൽക്കടവ് ഗ്രാമം മുന്നോടി പൂജ എന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു. നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത്. വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിനു മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത്. ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് ഉത്രാടരാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം.
ദേവൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴി തെളിക്കുന്നു. തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി. പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന ചൂടുപായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ്. ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു. കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരുവുത്സവം. ഗ്രാമം മുഴുവനും നിറയുന്ന ദേശതാലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ, ദീപക്കാഴ്ചകൾ, ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര കാഴ്ചകൾ പോലെ ഗ്രാമചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി. ഈ ആത്മീയ യാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പൊലി നാദമാകുന്നു. ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പക്കാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ ഈരടിപ്പാട്ടുകളാണ്. കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും ഉരുമി തിരുവാതിരപ്പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി. ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിന്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്രസന്നിധിയിലേക്കും നീണ്ടുപടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി. അങ്ങനെ ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദേവീ ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകളുടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ ദേവീകൃപ നിറയുകയായി. ഇനി ആത്മാവിൽ, ശരീരത്തിൽ, ബുദ്ധിയിൽ, വിശ്വാസത്തിൽ, അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ. നർത്തനമാടും അമ്മേ തിരുപാദത്തിൽ